പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുന്നു. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്നതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റാന്നി ടൗൺ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. പമ്പയിൽ അതിവേഗം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് വിവരങ്ങൾ ജില്ലയിൽ? രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളാകെ തന്നെ വെള്ളം കയറിയ അവസ്ഥയിലാണ്. റാന്നി, കോന്നി തുടങ്ങിയ മലയോര മേഖലകളിൽ 2018 പ്രളയത്തെ അനുസ്മരിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം രാത്രി തന്നെ മൈക്ക് അനൗൺസ്മെന്റ് അടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ചിറ്റാർ, അമ്പത്തിയാറ്, തേക്കതോട്, തൂമ്പാക്കുളം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലും ഉണ്ടായി. പുനലൂർ, മൂവാറ്റുപുഴ ഹൈവേ അടക്കം നിരവധി റോഡുകളിൽ വെള്ളം കയറി. രാത്രി തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും MLA അഡ്വക്കേറ്റ് പഴവളം മധുവിന്റെയും നേതൃത്വത്തിൽ വീടുകളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൻ കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭാഗ്യവശാൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വിവിധ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെയോടെ ശക്തമായ മഴയ്ക്ക് ശമനം ഉണ്ടായതിനാൽ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലാണുള്ളത്. നാളെ നിറപുത്തരി ചടങ്ങുകൾക്കായി ശബരിമല നട തുറക്കുന്നതിനാൽ പമ്പാ സ്നാനം അടക്കമുള്ള ചടങ്ങുകൾക്കും ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജീന. ശരി, സുനിൽ ഇലന്തൂരാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജില്ലയിലും അതിരൂക്ഷ മഴ തുടരുകയാണ്.